ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പീസുകൾ നമ്മൾ ശരിക്കും വാഷ് ചെയ്ത് ഇങ്ങനെ വരഞ്ഞു വെച്ചേക്കുവാണ്. ഇനി ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, എരിവിന് നമുക്ക് ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് വെച്ചാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ശരിക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രോസ്റ്ററിൻ്റെ മേളിലുള്ള നല്ല മുരുമുരുന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആ കോട്ടിങ് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. മൈദ, ഇനി കോൺഫ്ലവർ നമുക്കിടാം. മൈദയുടെ നേരെ പകുതി കോൺഫ്ലവർ. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ കുറച്ചിട്ടിടണം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണമെന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രോസ്റ്ററിൻ്റെ മേളിൽ മുരിഞ്ഞിരിക്കുന്ന ക്രിസ്പ് അത് ശരിക്കും നന്നായിട്ട് വലുപ്പത്തിൽ തോന്നിക്കും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇനി നമുക്കിതങ്ങ് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ കോട്ടിങ് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. അടുത്ത പരിപാടി ചെയ്യാം. കോട്ട് ചെയ്യാനുള്ള മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ചിക്കൻ നമ്മുടെ മേളിലുള്ള ബ്രോസ്റ്ററിൻ്റെ മേളിലുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുക്കിയിട്ട് അതെങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ ഒരു പീസ് എടുക്കുക. ശേഷം നമ്മുടെ ഈ ഫ്ലോറിൽ ശരിക്കും മുക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചാണ് മുട്ടയിലേക്ക് മുക്കിയിട്ട് ഒന്നും കൂടെ ഫ്ലോറിൽ മുക്കി ശരിക്കും ഫ്ലോർ തേച്ച് പിടിപ്പിച്ചെടുക്കും. നമ്മളിങ്ങനെ ഇതിൽ മുക്കിയിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചാണ് മുട്ടയിൽ മുക്കി എല്ലാ പീസും ഇങ്ങനെ ഫ്ലോറിൽ മുക്കി നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ടെടുത്ത് മാറ്റി വെച്ച് എല്ലാ പീസും ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊരിക്കാനുള്ള ചട്ടി ചൂടായിരിക്കുകയാണ്. നമുക്ക് ഓയിൽ ഊറ്റി കൊടുക്കാം. ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ചിക്കൻ നമുക്കിടാം.
നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റത്തോളം ഏകദേശം വേവണം. അതായത് നമ്മൾ ചെറിയ തീയിലിട്ട് അതുകൊണ്ട് വേവിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ചെറിയ തീയിലിട്ട് വേവിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അടിപൊളിയായിട്ട് വെന്ത് കിട്ടുള്ളൂ. ചിക്കൻ ഏകദേശം അയകുവാണ്. നോക്കണ്ട, നന്നായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കനാണ്. നമുക്ക് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അതും കോരിയെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കോരാറായോ? നമ്മുടെ ചിക്കനായിട്ടുണ്ട്. നമുക്കിത് ശരിക്കും കോരിയെടുക്കാം. നന്നായിട്ട് നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലും ഉണ്ട്. അയ്യോ, നമ്മുടെ ലാസ്റ്റത്തെ ചിക്കനും റെഡി ആയിരിക്കുകയാണ്. നമുക്കിതങ്ങ് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് സോസിലൊക്കെ ഒന്ന് മുക്കി നന്നായിട്ട് അടിപൊളി. കഴിച്ചു നോക്കി. ഇനി നമ്മുടെ കൂട്ടുകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവന്മാർക്ക് നമുക്ക് കൊടുക്കാം, എന്നിട്ട് അഭിപ്രായം ചോദിക്കാം. വന്ന് എല്ലാവരും വന്ന് കഴിച്ചു നോക്കി. വാവ്, സൂപ്പർ. എങ്ങനെയുണ്ട് കാട്ടുവേ? കഴിച്ചു നോക്കി. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാവരും കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കണം. അപ്പം നിങ്ങളും ഈ റെസിപ്പി ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.